എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. 31-ാം രാവിലും ഷഹ്റസാദ് തന്റെ കഥ തുടർന്നു. അങ്ങനെ തന്റെ രണ്ടാമത്തെ സഹോദരന്റെ കഥ ക്ഷുരകൻ ഖലീഫയോട് പറയാൻ തുടങ്ങി. എൻ്റെ രണ്ടാമത്തെ സഹോദരന്റെ പേര് അൽ ഹദ്ദാർ എന്നാണ്. അയാൾ എപ്പോഴും ഒട്ടകത്തെപ്പോലെ അമറിക്കൊണ്ടിരിക്കും. ഉപജീവനത്തിനുള്ള ഒരു ജോലിയും അയാൾക്ക് വശമില്ല. എങ്കിലും സ്ത്രീകളിൽ വലിയ താല്പര്യമായിരുന്നു അയാൾക്ക്. അത് ഒട്ടേറെ കുഴപ്പങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഒരു ദിവസം അയാൾ ബാഗ്ദാദിലെ തെരുവിൽ കൂടി നടന്നു വരവേ വൃദ്ധയായ ഒരു സ്ത്രീയെ കണ്ടു. അവൾ അയാളോട് പറഞ്ഞു, "അല്പനേരം നിൽക്കൂ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അത് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യുക." എൻ്റെ സഹോദരൻ നിന്നപ്പോൾ അവൾ തുടർന്നു, "ഞാൻ നിന്നെ അതിമനോഹരമായൊരു ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകാം. ഒഴുകുന്ന നീർച്ചാലുകളും അഴകാർന്ന പൂന്തോട്ടവും ഫലവൃക്ഷങ്ങളും ഉള്ള ഒരു ബംഗ്ലാവ്. പഴയ വീര്യമുള്ള വീഞ്ഞുണ്ടവിടെ. അതിൻ്റെ ഉടമയായ സുന്ദരിയായ യുവതിയെ സന്ധ്യ മുതൽ പിറ്റേന്ന് പുലരും വരെ ആശ്ലേഷിച്ച് ആസ്വദിക്കാം. അപ്രകാരം ചെയ്താൽ നിനക്ക് പ്രയോജനപ്രദമായ പലതും നേടാനാകും." ഇത് കേട്ട് എൻ്റെ സഹോദരൻ സന്തോഷത്തോടെ പറഞ്ഞു, "പക്ഷേ ഇത്രയും ആളുകൾക്കിടയിൽ നിന്നും എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? എന്നിലെ എന്തു പ്രത്യേകതയാണ് നിങ്ങളെ ഇത്രയധികം ആകർഷിച്ചത്?" "കൂടുതലൊന്നും ചോദിക്കരുത്, മിണ്ടാതെ എൻ്റെ കൂടെ പോന്നോളൂ. ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ഒരു യുവതിയുടെ അടുത്തേക്കാണ്. അവൾ സ്വന്തം ശൈലി ഇഷ്ടപ്പെടുന്നവളും അത് തടസ്സപ്പെടുത്തുന്നവരെയും അതിനെതിര് പറയുന്നവരെയും വെറുക്കുന്നവളുമാണ്. അതുകൊണ്ട് നിനക്ക് അവളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ സ്വന്തം ആഗ്രഹം നേടാനാകും." രതിസുഖം സ്വപ്നം കണ്ട് എൻ്റെ സഹോദരൻ വൃദ്ധയുടെ പിന്നാലെ നടന്നു. മനോഹരമായ ഒരു കൊട്ടാരത്തിലാണ് അവർ എത്തിച്ചേർന്നത്. അവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന 4 സുന്ദരിമാരെ വൃദ്ധ അയാൾക്ക് പരിചയപ്പെടുത്തി. അതിലൊരുവൾ അതിസുന്ദരിയായിരുന്നു. അവർ അവന് മുന്നിൽ ഭക്ഷ്യവിഭവങ്ങൾ നിരത്തി. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. അതുകഴിഞ്ഞ് ഒരു യുവതി വീഞ്ഞു നിറച്ച പാത്രം അയാൾക്ക് കൊടുത്തു. അത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അയാളുടെ കഴുത്തിൽ ശക്തിയായി അടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ എൻ്റെ സഹോദരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഭാവിച്ചു. എന്നാൽ ആ വൃദ്ധ പിന്നാലെ വന്ന് തിരിച്ചു വരുവാനായി അവനോട് കണ്ണിറുക്കി കാട്ടി. അതുകൊണ്ട് അയാൾ തിരിച്ചു വന്നു. ആ സ്ത്രീ അയാളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഒരക്ഷരം മിണ്ടാതെ അയാൾ ഇരുന്നു. അപ്പോൾ വീണ്ടും അവൾ അയാളുടെ കരണത്തടിച്ചു. രണ്ടാമത്തെ അടികൊണ്ട് തൃപ്തിപ്പെടാത്ത അവൾ എല്ലാ പരിചാരികമാരെ കൊണ്ടും അയാളെ തല്ലിച്ചു. അവൾ വൃദ്ധയോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, "ഇത്രയും സുഖകരമായൊരു സംഭവം എനിക്കുണ്ടായിട്ടില്ല." വൃദ്ധ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു, "മതി മതി, നിർത്തൂ യജമാനത്തി." എന്നാൽ അയാൾ ബോധം കെട്ട് വീഴുന്നതുവരെ ആ സ്ത്രീകൾ അയാളെ തൊഴിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ വൃദ്ധ അയാളുടെ മുന്നിലെത്തി പറഞ്ഞു, "അല്പം ക്ഷമിക്കൂ, നിങ്ങളുടെ ആഗ്രഹം നടക്കും." അവർ തുടർന്നു, "അവൾ വീഞ്ഞു കുടിച്ച് ഉന്മാദലഹരിയിലാകുമ്പോൾ നിന്റെ ആഗ്രഹം സഫലമാകും." അയാൾ വീണ്ടും അവിടെ തന്നെ ചെന്നിരുന്നു. അപ്പോൾ അവളുടെ ആജ്ഞപ്രകാരം പരിചാരികമാർ അയാളുടെ ശരീരത്തിൽ സുഗന്ധതൈലം പൂശാനും മുഖം പനിനീർ കൊണ്ട് കഴുകാനും തുടങ്ങി. പിന്നെ അവർ അയാളുടെ പുരികങ്ങളിൽ ചായമിടുകയും മീശ പറിച്ചു കളയുകയും ചെയ്തു. എൻ്റെ സഹോദരൻ ആ കഴുത എല്ലാം സഹിച്ചിരുന്നു. അതിനുശേഷം പരിചാരിക യജമാനത്തിയുടെ അടുത്തു വന്ന് കാര്യങ്ങൾ പറഞ്ഞു. യജമാനത്തി ഉത്തരവിട്ടു, "ഒരു കാര്യം മാത്രം ചെയ്യാൻ ബാക്കിയുണ്ട്. അയാളുടെ മുഖം ഷേവ് ചെയ്ത് മിനുസപ്പെടുത്തൂ." "പിന്നെ ഞാനെങ്ങനെ പുറത്തിറങ്ങി നടക്കും?" അയാൾ ചോദിച്ചു. അപ്പോൾ വൃദ്ധ പറഞ്ഞു, "അവളുടെ മൃദുവായ കവിളുകളിൽ നിങ്ങളുടെ താടി ഉരഞ്ഞ് മുറിവേൽക്കരുത്. നിനക്ക് സ്വന്തം മോഹം നേടിയെടുക്കണ്ടേ?" എൻ്റെ സഹോദരൻ ക്ഷമയോടെ ഷേവ് ചെയ്യാൻ ഇരുന്നു കൊടുത്തു. എല്ലാം കഴിഞ്ഞ ശേഷം അയാൾ യജമാനത്തിക്ക് മുന്നിൽ ഹാജരാക്കപ്പെട്ടു. ചുവന്ന ചായമടിച്ച പുരുകങ്ങളും പറിച്ചുകളഞ്ഞ മീശയും വടിച്ച താടിയും മിനുക്കിയ കവിളുമായി അയാൾ നിന്നു. അവരെല്ലാവരും അയാളെ കളിയാക്കി ചിരിച്ചു.
പിന്നെ അയാളോട് നൃത്തം ചെയ്യാനായി അവൾ ആവശ്യപ്പെട്ടു. അവർ സംഘനൃത്തം തുടങ്ങി. യജമാനത്തി അയാളെ തലയണകളെടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ മറ്റു സ്ത്രീകൾ ഓറഞ്ചും ചെറുനാരങ്ങയും എല്ലാം എടുത്ത് അയാളുടെ തലയ്ക്കൽ എറിഞ്ഞു. ഒടുവിൽ അയാൾ തലകറങ്ങി നിലത്ത് വീണു. അയാൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ വൃദ്ധ പറഞ്ഞു, ഇനി നിന്റെ ആഗ്രഹം സഫലമാവും. ഇനി നിനക്ക് പ്രഹരമൊന്നും കിട്ടില്ല. ഒരു കൊച്ചു കാര്യം കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. അവളുടെ ആഗ്രഹമാണത്. അവൾ വീഞ്ഞു കുടിക്കുമ്പോൾ ആരും അവളെ ശല്യപ്പെടുത്തരുത്. അതിനുശേഷം അവൾ വസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞ് പൂർണ്ണ നഗ്നയായി നിൽക്കും. നിന്നോടും അപ്രകാരം പൂർണ്ണ നഗ്നനായി ഓടാൻ പറയും. നിന്റെ മുന്നിലായി അവൾ ഓടും, നിന്നിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ എന്നതുപോലെ. നീ അവളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പിന്തുടരും. ഇത് കേട്ട് അയാൾ എഴുന്നേറ്റു. ആനന്ദമൂർച്ചയിൽ ഉടുപ്പുകൾ ഊരിക്കളഞ്ഞ് പൂർണ്ണ നഗ്നനായി നിന്നു. ഉടനെ ആ യുവതിയും ഉടുപ്പുകളെല്ലാം ഉരിഞ്ഞുകളഞ്ഞ് അയാളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ എൻ്റെ പിന്നാലെ ഓടിവന്ന് എന്നെ പിടികൂടുക. അവൾ ഓടാൻ തുടങ്ങി. അവൻ അവളുടെ പിന്നാലെയും. ഓരോ മുറിയും കയറിയിറങ്ങി അവർ ഓടി. കാമാന്ധനായ എൻ്റെ സഹോദരൻ ഒരു യഥാർത്ഥ ഭ്രാന്തനെ പോലെ അവളുടെ പിന്നാലെ വിരണ്ടോടുകയാണ്. ഇങ്ങനെ കുറേ നേരം പാഞ്ഞു നടന്ന ശേഷം അവൾ ഇരുളടഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോയി. അവനും അവിടേക്ക് പാഞ്ഞു ചെന്നു. ഒരു മൃദുവായ സ്ഥലത്തിലൂടെ അയാൾ ഓടിയപ്പോൾ അയാളുടെ ഭാരം കൊണ്ട് അത് പൊളിഞ്ഞു വീണു. താൻ എവിടെയാണെന്ന് ചിന്തിക്കുമ്പോഴേക്കും തുകൽ ബസാറിൻ്റെ നടുവിലാണെന്ന് അയാൾക്ക് സ്വയം കാണാൻ കഴിഞ്ഞു. താഴത്തെ നിലയിലുള്ള ചെരുപ്പുകുത്തിയുടെ കടയിലേക്കാണ് അയാൾ ചെന്നു വീണത്. നൂൽബന്ധമില്ലാതെ മാനത്തുനിന്നും പൊട്ടിവീണ എൻ്റെ സഹോദരനെ കച്ചവടക്കാരൻ പിടികൂടി ന്യായാധിപൻ്റെ അടുത്ത് കൊണ്ടുപോയി. ന്യായാധിപൻ അയാൾക്ക് ചമ്മട്ടികൊണ്ട് 100 അടിയും നാടുകടത്തലും ശിക്ഷ വിധിച്ചു. എന്തായാലും ഞാൻ അയാളെ രഹസ്യമായി അന്വേഷിച്ചു കണ്ടുപിടിച്ച് നഗരത്തിൽ കൊണ്ടുവന്ന് എൻ്റെ കൂടെ താമസിപ്പിച്ചു. ഞാൻ ഉദാരമതിയായിരുന്നില്ലെങ്കിൽ ഇത്തരം ഒരാളെ എന്നോടൊപ്പം താമസിപ്പിക്കില്ലായിരുന്നു. ഇനി മൂന്നാമത്തെ സഹോദരൻ്റെ കഥ ഇതിലും വ്യത്യസ്തമാണ്. ഖലീഫ ആ കഥ കേൾക്കാനായി കാത്തിരുന്നു. എൻ്റെ മൂന്നാമത്തെ സഹോദരൻ ഒരു അന്ധനാണ്. ബാഗ്ദാദിലെ യാചക സംഘത്തിൻ്റെ നേതാവാണ് അവൻ. ഒരു ദിവസം പതിവ് പോലെ ഭിക്ഷാടനത്തിനിറങ്ങിയ അവൻ ഒരു വലിയ ബംഗ്ലാവിൻ്റെ പടിവാതിൽക്കൽ ഊന്നുവടി കൊണ്ട് തട്ടി ഭിക്ഷ യാചിച്ചു. ശബ്ദം കേട്ട് വീട്ടുടമസ്ഥൻ അകത്തുനിന്ന് ചോദിച്ചു, ആരാണ് വാതിൽക്കൽ? എൻ്റെ സഹോദരൻ മിണ്ടാതെ നിന്നു. അപ്പോൾ ഗൃഹനാഥൻ ഉറക്കെ ആവർത്തിച്ചു, ആരാണത്? പിന്നെയും അയാൾ നിശബ്ദത പാലിച്ചു. ഉടനെ യജമാനൻ വാതിൽക്കലേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം വാതിൽ തുറന്നു ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? എന്തെങ്കിലും തരണേ, അല്ലാഹു രക്ഷിക്കും. നീ ഒരു കുരുടനാണോ? എനിക്ക് കാഴ്ചയില്ല ഏമാനെ. എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം, നിന്റെ കൈ നീട്ട്. അദ്ദേഹം എന്തെങ്കിലും തരുമെന്ന് കരുതി എൻ്റെ സഹോദരൻ കൈനീട്ടി. എന്നാൽ ഗൃഹനാഥൻ അവൻ്റെ കൈ പിടിച്ച് വീടിനുള്ളിലേക്ക് നടത്തി. പല കോണികളും കയറ്റി വീടിൻ്റെ ഏറ്റവും മുകളിലെ മട്ടുപ്പാവിലെത്തി. അദ്ദേഹം തീർച്ചയായും പണമോ ഭക്ഷണമോ തരുമെന്ന് എൻ്റെ സഹോദരൻ കരുതി. നിനക്കെന്താണ് വേണ്ടത്? വീട്ടുടമസ്ഥൻ വീണ്ടും ചോദിച്ചു. അള്ളാഹുവിൻ്റെ പേരിൽ എന്തെങ്കിലും തരണേ. അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടും, അയാൾ കളിയാക്കി. നിങ്ങൾക്കിത് നേരത്തെ പറയാമായിരുന്നില്ലേ? ആരാണെന്ന് ചോദിച്ചപ്പോൾ നീ മിണ്ടാതെ നിന്നില്ലേ? നിന്റെ നാവിറങ്ങിപ്പോയോ? വേഗം പോയിക്കോ, ഇല്ലെങ്കിൽ ചവിട്ടി താഴെയിട്ടു കളയും ഞാൻ. പാവം തപ്പിത്തടഞ്ഞ് കോണി ഇറങ്ങാൻ തുടങ്ങി. 20 പടികൾ ഇറങ്ങിയപ്പോഴേക്കും കാല് തെറ്റി അയാൾ താഴേക്ക് ഉരുണ്ടുവീണ് തലപൊട്ടി. അവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ട് തിരിയണമെന്നറിയാതെ പുറത്തേക്ക് നടന്നു. എങ്ങനെയൊക്കെയോ തൻ്റെ 2 അന്ധരായ സുഹൃത്തുക്കളുമായി ചേർന്നു. അവർ അയാളോട് ചോദിച്ചു, നിനക്കിന്ന് എന്ത് കിട്ടി? അവൻ നടന്ന സംഭവങ്ങളെല്ലാം കൂട്ടുകാർക്ക് വിവരിച്ചു കൊടുത്തു. അയാൾ തുടർന്നു, വീണു തല പൊട്ടിയെന്ന് മാത്രമല്ല, ഒരു ചില്ലി കാശ് പോലും കിട്ടിയില്ല. ഇന്നത്തെ ആഹാരത്തിന് നമ്മുടെ നീക്കിയിരിപ്പിൽ നിന്ന് എടുത്തേ പറ്റൂ. അന്ധന്മാരായ സുഹൃത്തുക്കൾ പറഞ്ഞതെല്ലാം വീട്ടുടമസ്ഥനായ ദുഷ്ടൻ കേട്ടു. അയാൾ അവരുടെ പിന്നാലെ പതുങ്ങി പതുങ്ങി ചെന്നു.
അയാൾ യഥാർത്ഥത്തിൽ ഒരു കള്ളനായിരുന്നു. സഹോദരനും കൂട്ടുകാരും വീട്ടിൽ കയറിയപ്പോൾ ആ കള്ളനും അവിടെ കടന്നുകൂടി. വാതിലടച്ചിട്ട് എൻ്റെ സഹോദരൻ സ്നേഹിതരോട് പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയണം. ഇത് കേട്ട് ആ കള്ളൻ മേൽക്കൂരയിൽ നിന്നും ഞാന്നുകിടന്ന ഒരു കയറിൽ പിടിച്ചു കിടന്നു. ആ സമയത്ത് അവർ മുറികൾ മുഴുവൻ നടന്നു പരിശോധിച്ച് മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നെ അവർ തിരിച്ചു വന്ന് എൻ്റെ സഹോദരൻ്റെ അടുത്തിരുന്നു. അവർ സൂക്ഷിച്ചിരുന്ന പണം പുറത്തെടുത്ത് എണ്ണി നോക്കി. 12,000 ദിർഹം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അന്നത്തെ ചെലവിനുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് സഞ്ചിയിലാക്കി മണ്ണിനടിയിൽ തന്നെ ഒളിപ്പിച്ചു. ഒരാൾ പുറത്തുപോയി ഭക്ഷണത്തിനുള്ളത് വാങ്ങിക്കൊണ്ടുവന്നു. അവർ ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ കള്ളൻ താഴെ ഇറങ്ങി അവരുടെ സമീപത്തിരുന്ന് അതിൽ പങ്കുപറ്റി. എൻ്റെ സഹോദരന് കാഴ്ചയില്ലെങ്കിലും ശ്രവണശക്തി കൂടുതലാണ്. നാലാമതൊരാൾ അവിടെ ഇരുന്ന് ആഹാരം ചവച്ചിറക്കുന്ന ശബ്ദം അവൻ കേട്ടു. ഇവിടെ ഒരുത്തൻ കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ശബ്ദം കേട്ട ദിക്കിലേക്ക് കൈനീട്ടി കള്ളനെ പിടികൂടി. 3 പേരും കൂടി കള്ളൻ കള്ളൻ രക്ഷിക്കണേ എന്നുറക്കെ വിളിക്കുകയും വടികൊണ്ട് അവന് നല്ല തല്ലുകൊടുക്കുകയും ചെയ്തു. ബഹളം കേട്ട് അയൽക്കാർ ഓടി വന്നു. അപ്പോൾ ബുദ്ധിമാനായ കള്ളൻ കണ്ണുകൾ അടച്ച് താനും കുരുടനാണെന്ന നാട്യത്തിൽ പറഞ്ഞു, ഏമാന്മാരെ, ഞങ്ങൾ 4 പേരും ഒന്നിച്ചു പിച്ച തണ്ടുന്ന കുരുടന്മാരാണേ. 10,000 ദിർഹമാണ് ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം. എന്നെ തല്ലിക്കൊന്ന് എൻ്റെ വീതം തട്ടിയെടുക്കാൻ ഇവ ശ്രമിക്കുകയാണ്. ഈ കള്ളന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോണേ. ന്യായാധിപൻ്റെ അടുത്തു ചെന്നപ്പോൾ കള്ളൻ പറഞ്ഞു, നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എല്ലാം കേട്ടിട്ട് അവിടുന്ന് വിധി കൽപ്പിക്കണം. ഒരപേക്ഷ കൂടിയുണ്ട്. ഞാൻ പറയുന്നത് കള്ളമാണെന്നും അടികൊണ്ടാലേ സത്യം പറയൂ എന്നും അങ്ങേക്ക് തോന്നാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആദ്യം എനിക്കും അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാർക്കും ചുട്ട അടി തരാൻ ഏർപ്പാട് ചെയ്യണം. ഇവൻ അടി ചോദിച്ചു വാങ്ങുന്നല്ലോ. ഇവനെ പിടിച്ചുകെട്ടി ചമ്മട്ടികൊണ്ട് 40 അടി കൊടുക്കുവിൻ എന്ന് ന്യായാധിപൻ ഭടന്മാരോട് കൽപ്പിച്ചു. ഭടന്മാർ ഒട്ടും ദയയില്ലാതെ അടി തുടങ്ങി. 10 തവണ ചാട്ട ഉയർന്നതാണപ്പോൾ കള്ളൻ കണ്ണു തുറന്നു. വീണ്ടും കുറെ പ്രഹരമേറ്റപ്പോൾ 2ാമത്തെ കണ്ണും തുറന്നത് കണ്ട് ന്യായാധിപൻ പറഞ്ഞു, നീയൊരു കള്ളനാണ്. കുരുടനായി അഭിനയിക്കുകയായിരുന്നു അല്ലേ? അവൻ മറുപടി നൽകി, എനിക്ക് മാപ്പ് തരൂ. ഞങ്ങൾ 4 പേരും കുരുടന്മാരായി അഭിനയിക്കുകയാണ്. ഞങ്ങൾ ആളുകളെ പറ്റിച്ച് വീട്ടിനകത്ത് കടക്കുന്നു. അന്തഃപുരത്തിലെ ശിരോവസ്ത്രമണിയാത്ത സ്ത്രീകളെ നോക്കി രസിക്കുന്നു. അവരെ ദുഷിപ്പിക്കാനുള്ള ഉപായം കണ്ടുപിടിക്കുന്നു. ഈ രീതിയിൽ ഞങ്ങൾ നല്ലൊരു സംഖ്യ സമ്പാദിച്ചിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി. മൊത്തം സമ്പാദ്യം 10,000 ദിർഹം വരും. ഇന്ന് എൻ്റെ പങ്കു ചോദിച്ചപ്പോൾ 3 പേരും കൂടി എന്നെ അടിച്ചുകൊല്ലാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് നാട്ടുകാർ രക്ഷയ്ക്കെത്തിയത്. ഇത് സത്യമാണെന്ന് നല്ല അടികൊള്ളുമ്പോൾ ഇവരും സമ്മതിക്കും. പക്ഷേ എന്നേക്കാൾ വിരുദ്ധന്മാരായതുകൊണ്ട് കൂടുതൽ തല്ല് കിട്ടിയാലേ കണ്ണു തുറക്കൂ. അയാൾ പറഞ്ഞത് വിശ്വസിച്ച ന്യായാധിപൻ എൻ്റെ സഹോദരന് 300 അടി ശിക്ഷ വിധിച്ചു. ഞാൻ ജന്മനാ അന്ധനാണേ, എന്നെ തല്ലല്ലേ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. കണ്ണു തുറക്കാത്തതിന് വീണ്ടും കുറെ തല്ലുകൂടി കിട്ടി. ഇതേ ശിക്ഷ അവൻ്റെ 2 സ്നേഹിതന്മാർക്കും കിട്ടി. ന്യായാധിപൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് ഭടന്മാരെ അയച്ച് പണസഞ്ചി എടുപ്പിച്ചു. അതിൽ 4-1 കള്ളന് കൊടുത്തു. ബാക്കിയുള്ളത് ന്യായാധിപൻ സ്വന്തമാക്കി. എന്നിട്ട് എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഈ ഭൂമിയിലെ കീടമേ, അള്ളാഹു നൽകിയ മഹത്തായ വരദാനം നീ ദുർവിനിയോഗം ചെയ്യുന്നോ? കുരുടനായി അഭിനയിച്ച് നടക്കുന്നോ? ഉടൻ ഈ നാട് വിട്ടു പോയിക്കൊള്ളണം. ഇനി ബാഗ്ദാദിൽ കണ്ടുപോകരുത്. എന്നാൽ വിശ്വാസികളുടെ നേതാവേ, ഞാൻ ഈ വിവരമെല്ലാം അറിഞ്ഞ് എൻ്റെ സഹോദരനെ നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എന്നോടൊപ്പം ആരും അറിയാതെ താമസിപ്പിച്ചു. എൻ്റെ കഥ കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഖലീഫ പറഞ്ഞു, അവന് ഒരു സമ്മാനം കൊടുത്ത് പറഞ്ഞു വിടുക. വേണ്ട തിരുമനസ്സേ, അങ്ങയുടെ സമ്മാനം വാങ്ങാൻ ഈയുള്ളവൻ യോഗ്യനാണോ എന്ന് എൻ്റെ മറ്റു സഹോദരന്മാരുടെ കഥകൾ കൂടി കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. അങ്ങനെ ഖലീഫ അടുത്ത കഥ കേൾക്കാൻ തയ്യാറായി ഇരുന്നു.